ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീല വ്ളോഗ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് പ്രോട്ടീൻ റിച്ച് ആയ ഒരു റെസിപ്പിയാണ് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ദഹി ചിന്നാച്ചാട്ടി റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കടല ഇതുപോലെ ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു അരക്കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തക്കാളി ചെറുതായി പീസുകളായിട്ട് അരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ട് പുഴുങ്ങിയത് ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പ്, പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചാട്ട് മസാല, മല്ലിയില ഇവയൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മസാലകളൊക്കെ എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട്. ഇനി ഇംലി ചട്നിയാണ് ഇതിലേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഉപ്പ്, ഒരു കപ്പ് ശർക്കര, ഇത് ചുക്കുപൊടിയാണ് കേട്ടോ. ചുക്കുപൊടി കൂടി ഇട്ട് കൊടുക്കണം. ഇനി ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചട്നി ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇത്ര കുറുക്കിയെടുക്കണം. ഇനി നമുക്കിത് ഇതുപോലെ നമ്മുടെ ഡിഷിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരല്പം തൈര് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണിത്. ഇനി പപ്പടം ചെറിയ കഷ്ണങ്ങളാക്കി പൊരിച്ചെടുത്തത് കൂടി ചേർത്താൽ നമ്മുടെ ഡിഷ് റെഡിയായി. അപ്പം നല്ല പ്രോട്ടീൻ റിച്ചായ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റുമായ